അറിയാം, മന്ത്രിമാരുടെ അടക്കം പ്രതികരണങ്ങൾ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. അർജുൻ എന്നത് ഈ കുടുംബത്തിലൊരു അംഗം മാത്രമല്ല, എല്ലാവരുടെയും പ്രതിനിധിയായിരുന്നു എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം പ്രതികരിച്ചത്. ഈ പ്രദേശത്തേക്കുള്ള സമീപത്തുള്ള ആളുകൾ, ജനപ്രതിനിധികളൊക്കെയാണ് വീട്ടിലേക്ക് ഇതിനകം വന്നിട്ടുള്ളത്. ബാക്കി MP അടക്കം വീട്ടിലേക്ക് ഉടൻ തന്നെ വരും എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അർജുൻ്റെ ബന്ധു നമ്മോടൊപ്പം ഉണ്ട്. എന്നാലും വീട്ടുകാർ ഈ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഇനി ബാക്കി ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ നിലവിലിപ്പം നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ്, DNA ടെസ്റ്റ്, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതിക മറ്റുള്ള പ്രശ്നങ്ങളെ കൊണ്ട് എത്ര ദിവസം എടുക്കുമെന്ന് അറിയില്ല. നാളെ കേട്ട് നമുക്ക് ഇവിടെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പം ജിതിനായിട്ട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നു. നമുക്കിപ്പോൾ ജിതിൻ്റെ അച്ഛനമ്മ, ഭാര്യ കൃഷ്ണപ്രിയയോടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അവരുടെയൊക്കെ സ്ഥിതി എങ്ങനെയുണ്ട്? അവർ ഈ എന്താ പറയുക, നമ്മളെ ഈ ഇത്രയും 71ാമത്തെ ദിവസമാണ് നമുക്ക് ഈ ഒരു ബോഡി കിട്ടുന്നത്. നമ്മളെ ഇത്രയും കാലത്തെ ഒരു കാത്തിരിപ്പ്, അതിൻ്റെ ഒരു ഇപ്പം മുഴുവൻ ആളുകളും അതിൻ്റെ ഒരു ഭയങ്കരമായ ദുഃഖത്തിലാണ്. എന്തായാലും അതിൻ്റെ ബോഡി നമ്മളുടെ വീട്ടിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് സംസ്ഥാന സർക്കാരും മറ്റ് കർണാടക സർക്കാരും പെട്ടെന്ന് തന്നെ ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ള പ്രതീക്ഷയും കൂടെ ഉണ്ട്. ഇതിങ്ങനെ തെരച്ചിൽ നീണ്ടു പോയ ഒരു ഘട്ടത്തിൽ നിങ്ങൾ പറഞ്ഞിരുന്നത് അന്ത്യകർമ്മം ചെയ്യാനെങ്കിൽ എന്തെങ്കിലും കിട്ടണം എന്നാണ്. സാധനം അങ്ങനെയൊന്നും സംഭവിച്ചതാണല്ലേ? നമ്മുടെ കുടുംബം എത്ര കാലം ഇത് ഓർമ്മയിലിങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നൊരവസ്ഥയായിരുന്നു. അതിനൊരു അവസാനമായി നമുക്ക് അതിൻ്റെ കുടുംബത്തിലാണെങ്കിലും അന്ത്യകർമ്മം ചെയ്തിട്ട് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതിന് നമ്മളുടെ സർക്കാരും മറ്റ് എല്ലാം നാട്ടുകാരും എല്ലാവരും മുഴുവൻ മലയാളീസും അതിനുവേണ്ടി പ്രവർത്തിച്ചു. പ്രത്യേകിച്ച് നിങ്ങളുടെ ചാനൽ, എല്ലാ ചാനലുകളും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു തന്നു. അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ ചിലപ്പോൾ അത് ഏത് രീതിയിലായി പോകുന്നു തന്നെ നമുക്കറിയില്ലായിരുന്നു. എന്തായാലും നമ്മളുടെ എല്ലാവരും പ്രാർത്ഥന പോലെ തന്നെ ബോഡിയും വണ്ടിയും കിട്ടിയിട്ടുണ്ട്. ചോദിക്കട്ടെ, ഇപ്പം ജിതിനോട് ഏറ്റവും അവസാനമായി സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്താ അവിടെന്ന് പറഞ്ഞ്? അതെ, ഞാൻ കുറച്ച് മുന്നേ ജിതിനായി സംസാരിച്ചിരുന്നു. ശരി, അർജുൻ്റെ കുടുംബാംഗത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. കേരളം ഒന്നാകെ അവർക്കൊപ്പം നിന്നു, അതിന് നന്ദി പറയുകയാണ്. ശിരൂരിലേക്ക് വീണ്ടും പോവുകയാണ്. ശിരൂരിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീധരൻ, കളക്ടർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ജിതിനടക്കമുള്ള ബന്ധുക്കൾ കാർവാറിൽ ആശുപത്രിയിലേക്ക് പോയിരിക്കുകയാണ് തിരിച്ചറിയാൻ വേണ്ടി. ഈ ലോറി പുറത്തേക്ക് എത്തിക്കാൻ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 2 മടം ഉപയോഗിച്ച് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പൂർണ്ണമായും ഈ ഭാഗത്തേക്ക് എത്തിയോ? ആര്യത് തീർത്തും ശ്രമകരമായിട്ടുള്ള ജോലി തന്നെയാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് നമ്മൾ കണ്ട ഒരു വടം ഇതുമായി ബന്ധിപ്പിച്ചിരുന്നു. ആ വടം ഇപ്പോൾ ഇത് കയറ്റുന്നതിനിടയിൽ പൊട്ടി താഴേക്ക് പോവുകയാണ് ഉണ്ടായത്. ഏതായാലും വീണ്ടും വടം ഉപയോഗിച്ച്, അതായത് ഈ ക്രെയിനിൻ്റെ കൊളുത്തിൽ നിന്ന് ആ വടം വേർപെട്ടു പോയ ഒരു സ്ഥിതി ഉണ്ടായി. നിലവിൽ ഏതായാലും അത് വീണ്ടും ഘടിപ്പിച്ചുകൊണ്ട് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ വൈകിയ വേളയിലും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും വീണ്ടും ഈ ആളുകൾ, ഇതിൻ്റെ ജീവനക്കാർ വീണ്ടും വടം കെട്ടാനുള്ള ഒരു നടപടികൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. ഏതായാലും അല്പസമയം മുൻപാണ് അല്പമെങ്കിലും മുകളിലേക്ക് ഈ ലോറി കയറ്റാൻ വടം ഉപയോഗിച്ച്, ക്രെയിൻ ഉപയോഗിച്ച് കയറ്റാനായത്. അതിന് പിന്നാലെ ഈ വടം പൊട്ടി താഴേക്ക് പോവുകയായിരുന്നു. നിലവിൽ ഈ ടെറൈൻ ഏതായാലും ഈ വളരെ പെട്ടെന്ന് മുകളിലേക്ക് കയറ്റാവുന്ന സ്ഥിതിയിലല്ല ഇതിൻ്റെ ടെറൈൻ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ശ്രമകരമായിട്ടുള്ള ജോലിയാണ് എന്ന് പറയാനുള്ള ഒരു പ്രധാന കാര്യവും. അഗ്നിശമന സേന അംഗങ്ങൾ, SDRFൻ്റെ അംഗങ്ങൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരെല്ലാം ചേർന്നാണ് ഇപ്പോൾ പരിശോധനകളൊക്കെ നടത്തുന്നത്. ഏതായാലും വലിയ തോതിലുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നേരത്തെ കണ്ടെത്തിയ ലോറിയുടെ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ കരയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഈ ലോറിയുടെ ഇനി ഡ്രഡ്ജർ മുന്നോട്ട് നീക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? ഡ്രഡ്ജർ ഏതായാലും കരയിലേക്ക്, അതിൻ്റെ മാക്സിമം ലെവലിലേക്ക് കരയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഇനി നീക്കാനാവുന്ന സ്ഥിതിയല്ല. ഇനി ഡ്രഡ്ജർ നീക്കേണ്ട ആവശ്യവുമില്ല. കരയിലേക്ക് ഏതായാലും നിലവിൽ ഈ ലോറി കയറ്റി കഴിഞ്ഞു. ഡ്രഡ്ജർ ഇനി നീക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഡ്രഡ്ജറിലെ ക്രെയിൻ എന്നുള്ളത് ഒരു സപ്പോർട്ട് ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. അതായത് ഇത് വീണ്ടും പുഴയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി സപ്പോർട്ട് ചെയ്താണ് ഡ്രഡ്ജറിലെ ക്രെയിൻ വെച്ചിരിക്കുന്നത്. നിലവിൽ ഏതായാലും കരയിലേക്ക് ഈ ഡ്രഡ്ജർ കയറ്റി കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ
ഇനി ഡ്രഡ്ജർ മുന്നോട്ട് നീക്കേണ്ട ഒരു ആവശ്യം വരുന്നുമില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഈ വടം പൊട്ടി വീഴുന്ന ഒരു അവസ്ഥയും ഉണ്ടായത്. നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ ജില്ലാ കളക്ടർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, MLA ഉണ്ട്, SP ഉണ്ട്. ഇവരെല്ലാം ചേർന്ന് കൂടിയാലോചനകളൊക്കെ നടത്തുന്നുണ്ട്.